Hello and welcome back to Binsy's Homemade. അപ്പോൾ ഇന്നും ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് പുളി ഇഞ്ചി. ഇതിനെ പുളി ഇഞ്ചി, ഇഞ്ചിപ്പുളി, ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും സാധനം ഒന്ന് തന്നെയാണ്. പൊതുവേ സദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം കൂടിയാണിത്. അതുപോലെ തന്നെ ഒരുവിധം എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 3 വറ്റൽമുളക്, ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പോളം ശർക്കര ചീകിയത്, പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും കായവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചിപ്പുളിക്കുള്ള ഇഞ്ചി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. നമ്മൾ സാധാരണ കേരള സ്റ്റൈൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴായാലും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഞാനിപ്പോൾ വളരെ ചെറുതാക്കിയിട്ടാണ് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ഓണം സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെഡിയാക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇനി ഇഞ്ചി ഒന്ന് ബ്രൗൺ കളറായി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പച്ചമുളക് ഒന്ന് വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് പുളിവെള്ളം റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി നല്ല പോലെ ഈ വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കണം. അതുപോലെ വെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പുളിയൊന്ന് ഇതിലേക്ക് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഈ പുളിവെള്ളം നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും കൂടി വാട്ടിയെടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ശർക്കര ചീകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ശർക്കര ചീകിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ഇതിലേക്ക് ചീകി ചേർത്തിട്ടുള്ളത് കാരണം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഇത് വല്ലാണ്ട് തിക്കാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇഞ്ചിപ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1-2 ആഴ്ചയൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഓണസദ്യക്കുള്ള വിഭവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് ഒട്ടും വിട്ട് കളയാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇത്തവണത്തെ ഓണസദ്യക്കൊപ്പം ഈ ഇഞ്ചിപ്പുളി ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും കേട്ടോ. അതും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വേറെ റെസിപ്പിയുമായിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.